കടുവ തിരിഞ്ഞു, ഞങ്ങളെ നേരെ തിരിഞ്ഞു, ഞങ്ങളെ നേരെ കറക്റ്റ് നോക്കി. ഒരു സെക്കൻഡ് സമയത്തിനുള്ളിൽ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ആക്രമിക്കുകയാണ്. നല്ല വേഗത്തിൽ വന്ന കടുവ നിർത്താൻ പറ്റാണ്ട് 2 തവണ സമ്മർസോൾട്ട് ചെയ്തു. എന്നിട്ടത് തിരിയുക ചെയ്യുന്നു. തിരിയുമ്പോഴേക്ക് ഞാനും തിരിഞ്ഞു, ഞങ്ങൾ മുഖത്തോട് മുഖമായി. ആ സമയത്ത് നമ്മളെ എല്ലാവരെയും കാണും, നമ്മൾ കുടുംബത്തെ കാണും, മക്കളെ കാണും. കഴിഞ്ഞു, സാധനം കഴിഞ്ഞു. ഡോക്ടർ അരുൺ സക്കറിയ ജനവാസ മേഖലകളിൽ ഭീഷണിയായ കാട്ടാനകളെയും കടുവകളെയും മയക്കുവെടിവെച്ച് പിടികൂടുന്നതിലൂടെയും മൃഗചികിത്സയിലൂടെയും പ്രശസ്തനായ വന്യജീവി ഡോക്ടർ. സാഹസികമാണ് ഈ ഡോക്ടറുടെ വന്യജീവി ദൗത്യങ്ങൾ. ആനയെ കൊണ്ടുവന്ന സമയത്ത് ഭയങ്കര മഴയായിരുന്നു. വഴിയെല്ലാം വളരെ ചളിയായി. ശരിക്കും ലോറിയും ആനയും കൂടെ ഒലിച്ചു പോകുന്ന സ്ഥിതി പോലും ഉണ്ട്. അത് തെന്നി താഴോട്ട് വീഴാൻ പോകുന്ന ഒരു താഴെ സ്റ്റീപ്പാണ്, പുഴയാണ്. ആ അനുഭവങ്ങളുടെ വിവരണമാണിത്. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന 1, 2, 3 ആൾക്കാരുണ്ട്. മദ്യപിച്ചിട്ടൊക്കെ ആയിരിക്കും പലപ്പോഴും ഇവർ ചെയ്യുക. അന്നൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്രൂഡായിട്ട് വെട്ടിമുറിച്ച് ഇങ്ങനെ നോക്കുക. ചിലപ്പോൾ ആൾക്കാർ അതിനകത്തൊക്കെ ഇറങ്ങുകയൊക്കെ ചെയ്യും. ടോട്ടലി അൺസയന്റിഫിക് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ചില വന്യജീവികളുടെ പ്രത്യേക സ്വഭാവങ്ങൾ. മാനീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യനെ പിടിക്കുന്ന കടുവ. ഈ കടുവകൾ എന്ന് പറഞ്ഞാൽ അധികം നാട്ടുമ്പുറത്താണ്, അതിനടുത്തൂടെയാണ് ഇത് പോവുക. മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ പതുങ്ങി നിങ്ങളെ നോക്കി നിങ്ങളെ കിട്ടിയ സമയത്ത് അത് നിങ്ങളെ കൊന്നിരിക്കും. മനുഷ്യ വന്യമൃഗ സംഘർഷത്തിനിടയിലെ അനുഭവങ്ങൾ. കടുവയുടെ കുറേ മൂത്രം കളക്ട് ചെയ്തു. ഒരു കപ്പത്തോട്ടുണ്ടായിരുന്നു വയനാടിനടുത്ത്. അവിടെ പന്നിയെ കൊണ്ട് ഒരു നിവൃത്തിയില്ല. അപ്പം അതിന് ചുറ്റും നമ്മൾ സ്പ്രേ ചെയ്തു. കടുവയുടെ മണം കിട്ടിയിട്ട് പന്നി വന്നില്ല. പക്ഷെ വേറൊരാൾ വന്നു, വേറൊരു കടുവ വന്നു. കൃഷിക്കാരൻ പറഞ്ഞു പന്നി വന്നാലും കുഴപ്പമില്ല, കടുവ വേണ്ടാന്ന് പറഞ്ഞു. ഏറെ ചർച്ച ചെയ്യപ്പെട്ട അരിക്കൊമ്പൻ ദൗത്യം. മലയുടെ മുകളിൽ വെച്ച് എനിക്ക് ഫുൾ മയക്കൊടി ഡോസ് കൊടുക്കാൻ പറ്റില്ല. കൊടുക്കുകയാണെങ്കിൽ ആനിമൽ താഴെ വീഴും. ഈ താഴെ വന്നിട്ട് നമുക്ക് മയക്കൊടി വെക്കുക എന്ന് പറഞ്ഞാൽ ഇത് നേരെ ഡാമിൽ പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ മുങ്ങി മരിക്കുകയും ചെയ്യും. ഇല്ലേ മലയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഉരുണ്ട് താഴെ വീഴുകയും ചെയ്യും. മനുഷ്യർക്ക് ഭീഷണിയായ അനേകം ആനകളെയും പുലികളെയും കടുവകളെയും മയക്കുവെടി വെച്ച് പിടിച്ച് ചികിത്സ നൽകിയിട്ടുള്ള ഇപ്പോൾ കേരളത്തിന്റെ ചീഫ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസറായ ഡോക്ടർ അരുൺ സക്കറിയ തന്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ഒരു സംഭവം നടക്കുന്നത് 2014 അപ്പോൾ ആ സമയത്ത് ഞാൻ അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസറായിട്ട് വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി വർക്ക് ചെയ്യാം. എൻ്റെ ടേം തീരാനായ സമയത്താണ് എനിക്കൊരു ഡെപ്യൂട്ടേഷൻ വരുന്നത്. അത് ആനിമൽ വെറ്റിനറി യൂണിവേഴ്സിറ്റിയിലേക്ക് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് പൂക്കോട് വെറ്റിനറി, അവിടെയാണ് പൂക്കോടാണ് വെറ്റിനറി യൂണിവേഴ്സിറ്റി ഉള്ളത്. അവിടെ അസിസ്റ്റന്റ് പ്രൊഫസർ, അവിടെ സെൻറ്റർ ഫോർ വൈൽഡ് ലൈഫ് സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്തു. അവിടെ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് ഒരാൾ വേണമെന്ന് പറഞ്ഞിട്ട് എന്നെ ഇൻ്റർവ്യൂ ചെയ്ത് എടുക്കുകയാണ് ഉണ്ടായത്. അവരുടെ തീരുമാനമായിരുന്നു. ഒരു പുതിയ ഇൻസ്റ്റിറ്റ്യൂഷനായിരുന്നു. അപ്പം അവിടെ പ്രധാന ജോലി പഠിപ്പിക്കുക എന്നുള്ളതാണ്. കുട്ടികളുണ്ട്, പഠിപ്പിക്കുക എന്നുള്ളതാണ് അത് അവിടുത്തെ പ്രധാന ജോലി. ഞാനന്ന് വർക്ക് ചെയ്യുന്നതും ഈ സുൽത്താൻ ബത്തേരിക്ക് അടുത്തുള്ള ഒരു സ്ഥലത്താണ്. അവിടെയാണ് എൻ്റെ ഓഫീസ്. അവിടുന്ന് നമ്മൾ ചാർജൊക്കെ കൊടുത്തു. ചാർജ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രൊസീജിയറാണ്. നമ്മൾ എക്യുപ്മെൻറ്റ്സും ഒരു ലാബൊക്കെ ഉണ്ട്. ആ ലാബും അതെല്ലാം പുതിയ ആൾക്ക് നമ്മൾ ചാർജായിട്ട് കൊടുത്തു. അവിടുന്ന് നമ്മൾ RTC ഒക്കെ ഉണ്ട്, അതായത് നമ്മളെ സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ട്. നമ്മൾ വിടുതൽ ചെയ്തു എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതൊക്കെ ഒപ്പിട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് ഒരു രാവിലെ ഞാനെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വണ്ടി എടുത്ത് തിരിച്ച് എൻ്റെ വീട്ടിലേക്ക്, അത് കോഴിക്കോടാണ് എൻ്റെ വീട് നിൽക്കുന്നത്. അപ്പം ഇവിടുന്ന് വയനാട് ചുരം ഇറങ്ങി നമ്മൾ കോഴിക്കോടെത്തി നിൽക്കുന്ന സമയത്താണ് അന്നത്തെ DFO ഉണ്ട്, ധനേഷ് കുമാർ. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഡോക്ടർ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഒരു കടുവ കാട്ടിൽ നിന്ന് ഇറങ്ങി നാട്ടിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഞങ്ങളെല്ലാം ശ്രമിച്ചു നോക്കി, ഓടിക്കാൻ ശ്രമിച്ചു നോക്കി. അവർ ടീമുണ്ട്, നമ്മൾ RRT എന്ന് പറഞ്ഞാൽ റാപ്പിഡ് റെസ്പോൺസ് ടീം. അതായത് ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ഒരു പ്രശ്നത്തെ, എസ്പെഷ്യലി മൃഗങ്ങളുമായിട്ടുള്ള സംബന്ധിച്ച പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ടീമാണ്. അത് വളരെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാഫ് ഉണ്ടാവും, വാച്ചേഴ്സ് ഉണ്ടാവും, അങ്ങനെയുള്ള ഒരു ടീമാണ്. ആദ്യത്തെ RRT, അതായത് ഈ റാപ്പിഡ് റെസ്പോൺസ് ടീം ആദ്യമായിട്ട് സ്ഥാപിച്ചത് വയനാടാണ്. ഓക്കെ, അതിൻ്റെ ഫസ്റ്റ് പ്രപ്പോസൽ എഴുതുന്നതും ഞാൻ തന്നെയായിരുന്നു. അപ്പം അങ്ങനെ ആദ്യമായിട്ടൊരു എക്സ്പെരിമെൻ്റായിട്ട് നമ്മളൊരു RRT വയനാട് വന്നു. പക്ഷേ വളരെ സക്സസ്ഫുള്ളായി. ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ 36ഓളം RRTകൾ ഇപ്പം കേരളത്തിൽ മൊത്തം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ടീം കംപ്ലീറ്റ് അവരെല്ലാം ശ്രമിച്ചു നോക്കും. അവർ പടക്കം പൊട്ടിക്കും, അവർ മേലോട്ട് ഷൂട്ട് ചെയ്യും, ചെയ്യാൻ പറ്റുന്നതെല്ലാം അവരിത് ചെയ്യും.
അങ്ങനെ ഇവരെല്ലാ ശ്രമവും നടത്തി നോക്കി, പറ്റുന്നില്ല. അപ്പോൾ ചില കടുവകളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇത് നാട്ടിലേക്ക് ഇറങ്ങി വരും. നമ്മൾ എന്ത് ചെയ്താലും ഈ ആനിമൽ തിരിച്ച് പോവില്ല, നാട്ടിൽ തന്നെ നിൽക്കത്തേ ഉള്ളൂ. ആൾക്കാരെ കിട്ടിയാൽ അറ്റാക്ക് ചെയ്യും. പലപ്പോഴും സംഭവിക്കുന്നത് ഡയറക്റ്റ് അറ്റാക്കല്ല, നമ്മൾ ഈ മാനീറ്റർ എന്ന് പറയുന്നത്, അതായത് മനുഷ്യനെ കൊന്നു തിരുന്ന കടുവളപ്പോലുള്ള ഇതായിരിക്കില്ല. പലപ്പോഴും ആൾക്കാർ അതിൻ്റെ ഫ്രണ്ടിൽ വന്ന് പെടുക ചെയ്യുക. അങ്ങനത്തെ സംഭവങ്ങളിൽ ഒരു പെട്ടെന്നൊരു അറ്റാക്ക് ഉണ്ടാവും. അത് കടുവയുടെ സ്വഭാവം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു കടുവ അവിടെ നിൽക്കുകയാണെങ്കിൽ ഒരു സേഫ്, വളരെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള, അതായത് അതിന് പറ്റിയൊരു ഡിസ്റ്റൻസ് ഉണ്ട്, ഒരു 20 മീറ്ററൊക്കെ ആയിരിക്കും. പല സമയത്തും നമ്മൾ കാട്ടിൽ നടക്കുമ്പം ഒരു കടുവ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കാണുന്നതിന് മുമ്പ് തന്നെ അതിനെ നമുക്ക് അറിയാൻ പറ്റും, സെൻസ് ചെയ്യാൻ പറ്റും. ഭയങ്കര ഗന്ധമെടുക്കാനുള്ള ഇതുണ്ട്. കാഴ്ച വളരെ കൃത്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈനോക്കുലർ വിഷൻ എന്ന് പറയും. അതായത് നമ്മളുടെയൊക്കെ കണ്ണ് 2 ഒരേപോലെയാണ്, ഫ്രണ്ടിലാണ്. അതിനിടയ്ക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കണ്ണ് 2 വഴിക്കാണ്. അപ്പം ഡെപ്ത് അറിയാൻ പറ്റില്ല. നമുക്ക് ബൈനോക്കുലർ വിഷൻ നമുക്ക് ഡെപ്ത് അറിയാൻ പറ്റും. അങ്ങനെ ക്ലീൻ ബൈനോക്കുലർ വിഷൻ, അതായത് 2 കണ്ണും ഒറ്റ ഡയറക്ഷനിൽ നിൽക്കുന്ന, ഈ അന്യോന്യമുള്ള ഡിസ്റ്റൻസ് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന, ദൂരം കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന, ഗന്ധം എടുക്കാൻ പറ്റുന്നതാണ് ഒരു സ്പീഷീസാണ് കടുവ. ആ ലെവലിൽ ഇത് വരുമ്പം തന്നെ, ഇത് ആദ്യം നമ്മളെ കാണുമ്പോൾ തന്നെ പ്രധാനമായിട്ടും ചില കടുവകൾ ഒഴിഞ്ഞു പോകും, നമ്മൾ ഒഴിവാക്കി വിടും. എസ്പെഷ്യലി നമ്മൾ പ്രത്യേകിച്ച് ഒരു കൂട്ടമൊക്കെ ആണെങ്കിലും ഒഴിവാക്കി വിടും. അപ്പോൾ അത് റോറിയാ ചെയ്യാം, അതായത് അലറും. ഞാൻ പറയുന്നത് വളരെ കൃത്യമാണ്, ഞാനിവിടെ ഉണ്ട്, സൂക്ഷിക്കുക, ആ ദൂരം പാലിക്കുക, റെസ്പെക്ട് മീ, എന്നെ ബഹുമാനിക്കുക, അവിടെ നിന്നാൽ മതി എന്നാ പറയാം. പക്ഷേ അതും കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ കടുവ നമ്മളെ ആക്രമിക്കും. ഓക്കെ, ഇതാണ് പൊതുവെ കടുവകളുടെ സ്വഭാവം. അതിൽ രസകരമായ കാര്യങ്ങളുണ്ട്, നമുക്ക് സംസാരിക്കാം. അങ്ങനെ രീതിയിലാണ് നമ്മൾ ഈ RRT ടീമിനെ നമ്മൾ ട്രെയിൻ ചെയ്ത് എടുത്തിരിക്കുന്നത്. അങ്ങനെ അവരെല്ലാ ശ്രമങ്ങളും അവർ നടത്തി. അവർ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു. അവർ ടീമായിട്ട് പോയി എല്ലാം ചെയ്തു. നമ്മൾ എല്ലാ അറ്റാക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മൾക്ക് ആർമേഴ്സ് എന്ന് പറയും. അതായത് നമ്മളെ ശരീരം ഇത് ചെയ്യാനുള്ള ഹെൽമെറ്റ് ഉണ്ടാവും, തോക്കുണ്ടാവും, ഷീൽഡ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ആ ടീം എല്ലാവരെല്ലാം ശ്രമിച്ച് നോക്കിയിട്ട് നടക്കുന്നില്ല. അപ്പോൾ ഞാൻ ചാർജ് വിട്ടു. DFO എന്നെ വിളിച്ചിട്ട്, അന്നത്തെ വൈൽഡ് വാർഡൻ ദിനേഷ് കുമാറായിരുന്നു. അപ്പം അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെയുണ്ട് ഡോക്ടർ, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ആനിമലിനെ മയക്കുക എന്നുള്ളതാണ്. ശരിക്കും മയക്കുന്നതിനെക്കാട്ടും കൂടുതൽ അനസ്തീഷ്യ എന്ന് പറയുന്ന ലെവലിലേക്ക് കൊണ്ടുവരിക. അതിനുള്ള മരുന്നുകളുണ്ട്. അത് നമ്മൾ മരുന്ന് ഉപയോഗിക്കുന്നത് ഒരു 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 പ്രൊജക്റ്റൈൽ എന്ന് പറയാം. അതായത് നമ്മളൊരു തോക്ക് ആണ് ഉപയോഗിക്കുക. എല്ലാം ഇമ്പോർട്ടഡ് ആയിട്ടുള്ള, പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള ഇതാണ്. അതിൻ്റെ മരുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരം മരുന്നുകളുടെ ഒരു കോക്ടെയിൽ, അതായത് നമ്മളൊരു ഇതാണ് നമ്മൾ ഉപയോഗിക്കുക. അതിന് പല ഗുണങ്ങളുമുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഒരു മയക്കുവെടി വെക്കും. അത് കൊള്ളുന്നത് അതിന് കൃത്യമായ സ്ഥലങ്ങളുണ്ട് അതിന് കൊള്ളാൻ. അത് തലയിലൊന്നും കൊള്ളാൻ പാടില്ല, നെഞ്ചത്ത് കൊള്ളാൻ പാടില്ല, വയറിൽ കൊള്ളാൻ പാടില്ല. മെയിൻലി തുട സൈഡിൽ, അതായത് നമ്മൾ ഇൻട്രാ മസ്കുലർ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ മസിലിലേക്ക് ഒരു മരുന്ന് ഇഞ്ചക്റ്റ് ചെയ്യുക ചെയ്യാം. ഇതൊരു പ്രൊജക്റ്റൈൽ വെച്ചിട്ട്, അതായത് ഇതൊരു സിറിഞ്ച് നമ്മൾ ശരിക്കും പ്രൊജക്റ്റ് ചെയ്തിട്ട് കൊള്ളിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിനുള്ള സന്നാഹങ്ങളൊക്കെ റെഡിയായി ഞങ്ങൾ വന്നു. അവിടെ വന്ന് ഇറങ്ങിയപ്പം കാണുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആൾക്കാരാണ്. ഇതിപ്പോൾ വയനാട് അടുത്തുള്ളൊരു ഗ്രാമമാണ് കേട്ടോ, വാഗേരി എന്ന് പറയും. ആയിരക്കണക്കിന് ആൾക്കാരാണ് ചുറ്റും നിൽക്കുന്നത്. ചുറ്റും നിന്ന് വളരെ അലേർട്ടായിട്ട് നിൽക്കുകയാണ്. കടുവ നിൽക്കുന്നത് ഒരു ചെറിയൊരു മലയുണ്ട്. ചെറിയൊരു മലയുടെ മുകളിലാണ് നിൽക്കുന്നത്. ചെറിയ മല, കുഞ്ഞുമല, കാപ്പിയാണ്. കാപ്പിയുടെ മുകളിലാണ് ഈ കടുവ നിൽക്കുന്നത്. അതിന് ചുറ്റുമാണ് ആൾക്കാർ നിൽക്കുന്നത്. പോലീസുണ്ട്, അവരെല്ലാം കൺട്രോൾ ചെയ്യുന്നുണ്ട്. ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനാണ്. അവിടെയാണ് ഞങ്ങൾ എത്തുന്നത്. അപ്പം എത്തിയ ഉടനെ തന്നെ ഞാനും റേഞ്ച് ഓഫീസറും എൻ്റെ ഒരു വാച്ചറുണ്ട്, അവരും കൂടെ ആദ്യം നമുക്കിതിനെ നോക്കണം. നോക്കിയിട്ട് വേണം നമ്മളിത് ഒരു മയക്കുവെടി വെക്കുമ്പം നമുക്ക് എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ അനസ്തീഷ്യ ലെവലിലാണ് നമ്മൾ ചെയ്യുക. അത് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു സാധാരണ രോഗിയെ നമ്മൾ ഒരു സാധാരണ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന പോലുള്ള കാര്യങ്ങൾ നമുക്ക് സർജറി ചെയ്യുന്നതിന് മുമ്പ് ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം വേറെ ഒന്നുമില്ല, നമുക്ക് വേറെ വൈറ്റൽസ് ഒന്നുമില്ല. നമ്മളാകെയുള്ള നമ്മളെ കാഴ്ച മാത്രമേ ഉള്ളൂ. അതിന് എത്ര പ്രായമായി, അതിന് ഇഞ്ചുറി ഉണ്ടോ, മുറിവുണ്ടോ, അതിൻ്റെ ശാരീരിക എന്താ പറയുക ആരോഗ്യസ്ഥിതി എന്താണ്, അതിനെത്ര ഭാരം കാണും, ആനിമലിൻ്റെ സ്വഭാവം എന്താണ്, ആണാണോ പെണ്ണാണോ, പറ്റുകയാണെങ്കിൽ
എന്നെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ മരുന്ന് തീരുമാനിക്കുക. അങ്ങനെ ഇത് തീരുമാനിച്ചു. ഞങ്ങളിപ്പം അതിന് നമുക്ക് ആദ്യം ഒന്ന് കടുവയൊന്ന് കാണണമല്ലോ. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് കാപ്പിക്കാടാകുമ്പം നമുക്ക് കടുവയെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ കാപ്പിയുടെ ഹൈറ്റ് ഇതിൻ്റെ താഴെ നിന്നിട്ട് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അങ്ങനെ തീരുമാനം എടുത്തു. വൈൽഡ് ലൈഫ് വാർഡൻ ചീഫ് വൈൽഡ് വാർഡനോട് സംസാരിച്ചു, കാര്യങ്ങളെല്ലാം ബോധിപ്പിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പെർമിഷൻ വേണം, ചീഫ് വൈൽഡ് വാർഡൻ്റെ പെർമിഷൻ വേണം. അദ്ദേഹം പെർമിഷൻ ഓറലി തന്നു, മുന്നോട്ട് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തുടങ്ങി. അപ്പോൾ ആദ്യം വന്നിട്ട് നമുക്ക് അതിൻ്റെ ഭാരം, അതിൻ്റെ കണ്ടീഷൻ, ബോഡി കണ്ടീഷൻ എല്ലാം നമുക്ക് നോക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ പോയി നോക്കുമ്പോൾ നമുക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കാപ്പിക്കാടായതുകൊണ്ട് നമുക്കൊന്ന് കുനിഞ്ഞ് നിന്നിട്ട് വേണം നോക്കാൻ. മാത്രമല്ല കടുവ നിൽക്കുന്നത് ഇതിൻ്റെ മുകളിലാണ്. ഞാൻ പറഞ്ഞ ഈ ടീം 3 പേരും കൂടെ ഞങ്ങൾ മെല്ലെ നടന്നു. ഞാൻ എൻ്റെ മയക്കൊടി തോക്കെൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, അത് ചാർജ് ഇത് ചെയ്തിട്ടില്ല, മരുന്ന് നിറച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ബാക്കിയുള്ളവരുടെ കയ്യിലെല്ലാം തോക്കുണ്ട്. ഓക്കെ, റേഞ്ച് ഓഫീസറിൻ്റെ കയ്യിൽ തോക്കുണ്ട്, റിവോൾവർ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ദൂരം വലുതായിട്ടില്ല, ഒരു 30 മീറ്ററിൻ്റെ താഴത്താണ് നമ്മൾ നിൽക്കുന്നത്. സന്നാഹങ്ങളുണ്ട്. ബാക്കിയൊരു ടീം നമുക്ക് സപ്പോർട്ടീവായിട്ട് അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അവരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല, കാരണം എല്ലാവരും കൂടി വന്നു കഴിഞ്ഞാൽ ഒരു അപകടമായ സ്ഥിതിയിലേക്കാണ് വരിക. പിന്നെ പ്രധാനമായിട്ടും ഞാനത് ചെയ്യാനല്ല, മയക്കുവെടി വെക്കാനല്ല പോകുന്നത്. ഞാനതിൻ്റെ ഈ പറഞ്ഞ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി മാത്രമാണ് പോകുന്നത്. എന്നിട്ട് വേണം എനിക്ക് തീരുമാനിക്കാൻ എത്ര മരുന്ന് വേണം, എന്താണ് അതിൻ്റെ കണ്ടീഷൻ എന്ന് തീരുമാനിക്കാൻ. അങ്ങനെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ വളരെ കൃത്യമായിട്ട് 3 പേരും ഒരേപോലെ പോയി. ഈ കടുവ അവിടെ നിൽക്കുന്നുണ്ട്, കുറച്ച് നല്ല 30 മീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ സേഫ് ഡിസ്റ്റൻസിൽ നമ്മൾ കുറച്ച് എന്താ പറയുക സേഫായിട്ട് നിൽക്കുകയാണ്. ഷീൽഡ് ഉണ്ട്, മറ്റേ ഷീൽഡ് വെച്ചിട്ടാണ് നമ്മൾ നോക്കുക. അതായത് നമുക്ക് കാണാം, അതിനുള്ളിൽ കൂടെ കാണാം. നമ്മൾ നോക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് കടുവ തിരിഞ്ഞു. കാരണം നമ്മളിപ്പം പുറകിൽ നിന്നാണ് നമ്മൾ വന്ന് നോക്കുക. കടുവ തിരിഞ്ഞു, ഞങ്ങളെ നേരെ തിരിഞ്ഞു, ഞങ്ങളെ നേരെ കറക്റ്റ് നോക്കിക്കഴിഞ്ഞ് അതിൻ്റെ വിസ്കസ് എന്ന് പറയും, മീശരോമങ്ങൾ 2 പ്രാവശ്യം എടുത്തു. ദാറ്റ് മീൻസ് അത് സെൻസ് ചെയ്യാണ്. ഓക്കെ, അത് സെൻസ് ചെയ്ത്, കാരണം ഇത് വളരെ ഈ മീശരോമങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവാണ് കടുവയുടെ. അതെന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് തൊടുന്ന പോലെ തന്നെ അതിന് ഫീൽ ചെയ്യാം. കടുവയ്ക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ അത് മെല്ലെ ഗ്രോൾ ചെയ്തു, പതുങ്ങിയപ്പോൾ മനസ്സിലായി നമുക്കിത് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഓക്കെ, വാലെടുത്ത് ചുഴട്ടാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് മനസ്സിലായത് ഒരു നമ്മളെ ആക്രമിക്കാനുള്ള ഒരു ഇതാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങൾ ഈ കടുവയെ കാണാൻ വേണ്ടി ഞങ്ങൾക്ക് ഇങ്ങനെ ഇരുന്ന് നോക്കണം. അപ്പം കടുവയുടെ ഒരു സ്വഭാവം വളരെ നമ്മൾ അതിനേക്കാട്ടും ഹൈറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ആക്രമിക്കുക എന്നുള്ളതാണ്. ഈ ലക്ഷണങ്ങളെല്ലാം കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു ആക്രമണത്തിനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം വളരെ കൃത്യമായിട്ട് പതുങ്ങുന്നു, നമ്മളെ നേരെ നോക്കുന്നു. ഒരു സെക്കൻഡ് സമയത്തിനുള്ളിൽ ഇത് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ആക്രമിക്കുകയാണ്. പെട്ടെന്ന് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അറിയാലോ, കടുവയുടെ വേഗത നിങ്ങൾക്ക് അറിയാലോ. നമ്മൾക്ക് പ്രതികരിക്കാൻ പറ്റുന്നതിന് മുമ്പ്, അപ്പം റേഞ്ച് ഓഫീസറുടെ കയ്യിൽ തോക്കുണ്ട്, മറ്റേ കുട്ടിയുടെ കയ്യിൽ ഷീൽഡുണ്ട്. ഇത് നമ്മൾ എത്തുന്നതിന് മുമ്പേ കടുവ മുമ്പിലെത്തി. അപ്പോഴേക്കും ഞങ്ങൾ ചെതറി ഓടേണ്ട സിറ്റുവേഷൻ വന്നു. ശരിക്കും പറഞ്ഞാൽ അത് തെറ്റാണ്, ഓടാൻ പാടില്ല. കടുവ ആക്രമിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഓടരുത്. നമ്മളവിടെ നിൽക്കുക, കയ്യും കാലും വിടർത്തി നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനെ പറയും മേക്ക് യുവർ സെൽഫ് ബിഗ് എന്ന് പറയും. അതായത് നിങ്ങൾ വലുതാക്കി കാണുക. അപ്പോൾ കടുവ ഒന്നും ഇതാവും. പക്ഷേ നമുക്ക് വേറെ നിവൃത്തിയില്ല, ഇത് എത്തി എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അതിന് റേഞ്ച് ഓഫീസർ സൈഡിലേക്ക് ഓടി. അതിന് താഴെ ഒരു കമ്പിവേലിയുണ്ട്. അപ്പോൾ അത് മാറി ചാടിക്കടന്ന് നമ്മളെ വാച്ചറും മാറി. പിന്നെയുള്ളത് ഞാൻ ബാക്കിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു, ഇത് തിരിഞ്ഞ് ഈ ഓടിക്കഴിഞ്ഞാൽ ഇത് അറ്റാക്കാണ് നമുക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ തിരിഞ്ഞ വഴിക്ക് തന്നെ ഈ ഫുൾ നല്ല വേഗത്തിൽ വന്ന കടുവ നിർത്താൻ പറ്റാണ്ട് 2-3 തവണ സമ്മർസോൾട്ട് ചെയ്തു. എന്നിട്ടത് തിരിയുമ്പോഴേക്ക് ഞാനും തിരിഞ്ഞു, ഞങ്ങൾ മുഖത്തോട് മുഖമായി നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് എൻ്റെ പുറകിൽ ഒരു പരന്നൊരു പാറയുണ്ട്. ഇത് നമ്മളെ നേരെ ചാടുകയാണ്. അതായത് നല്ല വേഗത്തിൽ നല്ല ഇതിൽ ചാടുകയാണ്. ചാടിയ വഴിക്ക് ഞാൻ വീണു. കാരണം വേറെ നിവൃത്തിയില്ല, ഞാൻ വീണു. ഞാൻ പ്രതീക്ഷിച്ചില്ല അത്രയും ഇതായിരുന്നു. വളരെ ആക്രമണാസക്തമായിട്ട് നിൽക്കുകയാണ്. ഞാൻ വീണ
ആ വഴിക്ക് തന്നെ ഭാഗ്യത്തിന് എൻ്റെ കാലിലൊരു ഒരു ഒരു നല്ലൊരു ബ്രാൻഡ് ഷൂ ആയിരുന്നു. ആ വീണതിൻ്റെ മുകളിൽ കാലിൻ്റെ ഇത് ഗ്രിപ്പ് എനിക്ക്, അതായത് ചവിട്ട് ഈ കടുവയുടെ നെഞ്ചിനും വയറിനും ഇടയ്ക്ക് കിട്ടി. അപ്പം ഇതിൻ്റെ മുകളിൽ നിൽക്കുകയാണ്, എൻ്റെ ഷൂവിൻ്റെ മുകളിൽ നിൽക്കുകയാണ്, അലറുന്നുണ്ട്, 2 കൈ കൊണ്ടും അടിക്കാൻ നോക്കുന്നുണ്ട്. അലറിത് മുഖം കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പം ഞാൻ എൻ്റെ കയ്യിൽ മൈക്കോഡി ഗണ്ണുണ്ട്, ഡാനിൻജെക്റ്റ് എന്ന് പറഞ്ഞ ഒരു ഡാനിഷ് ഗണ്ണ. അപ്പം അത് ഞാൻ അതിൻ്റെ വായിലേക്ക് കുത്തി കയറ്റി ഇത് ഓരോ അലർച്ചയിൽ ഞാനിത് ചെയ്യുന്നുണ്ട്. അപ്പോൾ കടുവ ആക്രമിക്കാൻ നോക്കുന്നുണ്ട്, 2 കൈ കൊണ്ടും ആക്രമിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ ഷർട്ടൊക്കെ കീറിപ്പോയി. സാധാരണ ഒരു കടുവയുടെ ഭാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 മുതൽ 200 കിലോ വരെ വരാം. ഇതൊരു 150 കിലോ ഉള്ള ഒരു കടുവയാണ്. ഇത്രയും ഭാരമാണ് നമ്മളെ കാലിൻ്റെ മുകളിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം നേരം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ കടുവ ആക്രമിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞത് എൻ്റെ വസ്ത്രങ്ങളൊക്കെ കീറുന്നുണ്ട്, മുറിവുകൾ പറ്റുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ഞാൻ അലറുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ തോക്ക് കുത്തി കയറ്റുന്നുണ്ട്. ഈ പ്രോസസ്സ് നമുക്ക് അധികം നേരം നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അതേപോലെ അലറുന്നുണ്ട്. ആൾക്കാരോട് പറയുന്നുണ്ട്, വെടിവെക്കണമെന്ന് പറയുന്നുണ്ട്. ഭാഗ്യത്തിന് അവർ വെടിവെച്ചില്ല. ചിലപ്പം കൊള്ളുക എനിക്കായിരിക്കും, കാരണം അത്രയും ഇതായിട്ട് നിൽക്കല്ലേ. ഈ സ്ട്രഗിള് ഈ മൽപ്പിടുത്തം ഒരു 2 മിനിറ്റേ നീണ്ടു നിന്നുള്ളൂ. അപ്പോഴേക്ക് നമ്മളുടെ ഊർജം തീരുകയാണ്. നമ്മൾ മെല്ലെ കുറേശ്ശെ നമ്മൾ ബ്ലാക്ക് ഔട്ട് എന്ന് പറയും, നമ്മൾ ഫെയിൻറ്റ് ചെയ്യും, നമ്മൾ ബോധം കുറേശ്ശെ പോവും. ആ സമയത്ത് നമ്മൾ എല്ലാവരെയും കാണും, നമ്മൾ കുടുംബത്തെ കാണും, മക്കളെ കാണും. അതേസമയത്ത് നമ്മൾ മനസ്സ് പറയുന്നുണ്ട് ഇറ്റ് ഈസ് ഓവർ എന്ന് കഴിഞ്ഞു, സാധനം കഴിഞ്ഞു എന്ന് നമുക്ക് തോന്നുകയും ചെയ്യും. പിന്നെ ഞാൻ അങ്ങ് ബ്ലാക്ക് ഔട്ട് ചെയ്യുക ചെയ്തത്, അതായത് ബോധം പോയി. പിന്നെ കണ്ണ് തുറക്കുമ്പോഴേക്കും എൻ്റെ കൂടെയുള്ള സപ്പോർട്ടിങ് സ്റ്റാഫെല്ലാം അവർ മേലോട്ടൊക്കെ വെടിയൊക്കെ വെച്ച് അവർ ഓടി വന്നപ്പോൾ എന്നെ ഇട്ടേച്ച് കടുവ പോയി. അപ്പോൾ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സയെല്ലാം ചെയ്തു. വലിയ കാര്യമായിട്ടൊന്നും പറ്റിയില്ല കേട്ടോ. പറഞ്ഞാൽ ഈ ചെറിയ ഭാഗ്യമാണ്. അപ്പോൾ കടുവയിൽ നിന്ന് രക്ഷപ്പെടുന്ന അപൂർവമായൊരു സംഭവമായിരുന്നു എൻ്റെ. റഷ്യ, ഖത്തർ, ഭൂട്ടാൻ, നേപ്പാൾ, ഈസ്റ്റ് ടിമോർ. സഞ്ചാരം പെൻ ഡ്രൈവ് വോളിയം നമ്പർ 23. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. അതിനുശേഷം ഞാൻ ആലോചിച്ചത് എന്താണ് ഇവിടെ സംഭവിച്ചത്. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ കടുവയെ പിടിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചധികം കാലമായി. 40-45ഓളം കടുവകളെ ഞാൻ പിടിച്ചിട്ടുണ്ട്. അത് പിടിക്കുന്നതിൻ്റെ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കടുവയെ നമ്മൾ കാണുമ്പം അതിൻ്റെ ഒരു സേഫ് ഡിസ്റ്റൻസിൽ വന്നു കഴിഞ്ഞാൽ അത് പലപ്പോഴും അത് അലറും, ഇല്ലെങ്കിൽ നമ്മളെ അവോയ്ഡ് ചെയ്ത് നമ്മളെ ഒഴിവാക്കി അങ്ങ് പോവുക ചെയ്യുക, കാണാതെ അങ്ങ് പോവുക ചെയ്യുക. അദ്ദേഹത്തിന് നമ്മളെ കാണാം, കാരണം നമ്മളെക്കാട്ടും കൂടുതൽ എല്ലാവിധ എന്താ പറയുക കാഴ്ചയും ഘ്രാണവും ശബ്ദവും എല്ലാം കേൾക്കാവുന്ന ഒരു ആനിമലാണ് കടുവ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചെയ്യുന്നത് പലപ്പോഴും ഒരു വളരെ അപകടകരമായ രീതിയിലാണ് നമ്മൾ മയക്കുടി വെക്കുക. നമ്മളൊരാൾ പോയി മയക്കുടി വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കടുവ ആക്രമിക്കും. അപ്പോൾ കടുവയുടെ ആക്രമണത്തിൻ്റെ കേസ് ഞാൻ പറഞ്ഞല്ലോ. ഇത് ഞാൻ പറഞ്ഞ ഈ 2009 മുതൽ ഈ കടുവ പ്രശ്നം വയനാട് വന്ന ശേഷം നമ്മൾക്ക് ആ ബുദ്ധിമുട്ടായി എങ്ങനെ നമ്മളിതിനെ ചെയ്യുന്നുള്ളത്. സാധാരണ ചെയ്യാന്ന് പറഞ്ഞാൽ റഷ്യയിലൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ഹെലികോപ്റ്ററിൽ പോയിട്ടാണ് ചെയ്യാം. നമുക്കത് പറ്റത്തില്ല. ഒന്നാമത് ഹെലികോപ്റ്ററില്ല, 2 നമ്മളുടെ കാടിൻ്റെ കനോപ്പി എന്ന് പറയും, അതായത് പച്ചപ്പ് ഭയങ്കര പ്രശ്നമാണ്. നമുക്ക് ഒരിക്കലും നമ്മൾ താഴെ കാണില്ല. ഈവൻ ഡ്രോൺ ഉപയോഗിച്ചാൽ പോലും പലപ്പോഴും കാണില്ല. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആന പുറത്ത് കയറിയിട്ട് നമ്മളെ കുങ്കിയാനയുടെ പുറകെ കയറിയിട്ട് നമ്മൾ നേരെ ചെല്ലുക, അടിക്കുക എന്നുള്ള. അതിന് നമുക്ക് സാവകാശം കിട്ടാറില്ല പലപ്പോഴും. കാരണം ഇതിനെ ലോഡ് ചെയ്ത് കൊണ്ടുവരുമ്പോഴേക്കും പ്രശ്നം വഷളാവും. അപ്പോഴാണ് നമ്മൾ ഒരു ഐഡിയ കിട്ടുന്നത്. ഞാൻ പറഞ്ഞില്ലേ, കടുവ നിങ്ങൾ ആക്രമിക്കുകയാണ് ഏറ്റവും നല്ലത് കൈപൊക്കി കാണിക്കുക എന്നുള്ളതാണ്. മേക്ക് യുവർ സെൽഫ് ബിഗ് എന്ന് പറയാം. നിങ്ങൾ വലിയൊരു മനുഷ്യനായി മാറും. ഇത് രസകരമായ പല കഥകളും ഉണ്ട് കേട്ടോ. ഞാനത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഗോഡ് മസ്റ്റ് ബി ക്രേസി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ പഴയ കാലത്ത് ഇറങ്ങിയൊരു 80-ൽ ഇറങ്ങിയൊരു സിനിമയാണ്. വളരെ രസകരമായ സിനിമ. ആഫ്രിക്കയുടെ കാടിൽ വെച്ചിട്ട് നടക്കുന്ന പിഗ്മി അവരിൽ നടക്കുന്ന ഒരു കുട്ടിയെ അതിൻ്റെ ഫാദർ തെരഞ്ഞു പോകുന്നൊരു കഥയാണ്. ഈ ചെറിയൊരു കുട്ടിയാണ്,
അതും പിമ്മി കുട്ടിയാണ്, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള. അപ്പോൾ ഇത് പോകുന്ന വഴിക്ക് ഒരു ഹൈന ആക്രമിക്കും. അപ്പോൾ ഹൈന ഓടുന്ന സമയത്ത്, ഹൈന ഇങ്ങനെ ഓടിക്കുന്ന സമയത്ത്, ഇത് ചെറുതല്ലേ, ഇത് ഓടും, ഹൈന പുറകെ വരും. ഹൈന എന്ന് പറഞ്ഞാൽ നമ്മളെ കഴുതപ്പുലി പുറകെ വരും. പെട്ടെന്ന് ഇതൊരു മരക്കഷ്ണം എടുത്ത് തലയിൽ വെക്കും, തലയുടെ മുകളിൽ വെക്കും. അപ്പോൾ എന്താ, കുട്ടി വലിയൊരു ഹൈന പെട്ടെന്ന് എന്താ പറയുക ഞെട്ടി നിൽക്കും. കാരണം അത് വലിയൊരു ആളാണ്, ഹൈനക്കാട്ടും ഉയരത്തിൽ നിൽക്കുന്ന. അത് കഴിഞ്ഞ് പെട്ടെന്ന് അത് പൊട്ടിപ്പോവും, കുഞ്ഞോടുകയും ചെയ്യും. ഇതേപോലെ തന്നെയാണ് ഇതൊരു ടാക്ടിക്സാണ്, അതായത് മേക്ക് യുവർ സെൽഫ് ബിഗ്. ഇതാണ് ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന, അത് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിച്ച ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ, ഞങ്ങളൊരു ആരോ ഫോർമേഷനിൽ പോകാൻ തുടങ്ങി. അതായത് ഫ്രണ്ടിൽ ഞങ്ങളെ ട്രാക്കർ ഉണ്ടാവും, 2 ഗൺമാന്മാരുണ്ടാവും, നടുക്ക് മയക്കോടി വെക്കുന്ന ആളുണ്ടാവും, ഞാനായിരിക്കും പലപ്പോഴും, ഡോക്ടറായിരിക്കും. അതിൻ്റെ പുറകിൽ 2 ഗൺമാന്മാരുണ്ടാവും. പിന്നെ അതിൻ്റെ താഴെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാരുണ്ടാവും, മരുന്ന് സാധനങ്ങളും കയറും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. ഇവരൊരു ആരോ ഫോർമേഷനിൽ പോകും. ഈ ആരോ വരുമ്പം കടുവ വിചാരിക്കുന്നത് വലിയൊരു സംഘം വരുന്നുണ്ട്. അപ്പം കടുവ കൺഫ്യൂഷനാവും, അറ്റാക്ക് ചെയ്യാൻ നിൽക്കത്തില്ല. ഈ സമയത്തിന് ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ മയക്കോടി വെക്കും. ഇപ്പം നമ്മൾ പലപ്പോഴും ആലോചിക്കാൻ, നമ്മൾ മയക്കോടി തൂക്കിൻ്റെ ഈ സിറിഞ്ച് പോകുന്നതിൻ്റെ ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് കിട്ടുക 30 മീറ്ററാണ്. ഈ 30 മീറ്ററിൻ്റെ ഉള്ളിൽ വേണം നമ്മൾ ഈ കളി കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് നമ്മൾ ഉപയോഗിച്ചു, വളരെ എഫക്റ്റീവായി. പല കടുവകളും വരുമ്പം നമ്മളുടെ ഈ ഫോർമേഷൻ കാണുമ്പോൾ ഒന്ന് കാരണം ഒരു ഒറ്റ ആളല്ല വരുന്നത്, ഒരു വലിയൊരു കൂട്ടമാണ് വരുന്നത്. ഇതാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, വളരെ എഫക്റ്റീവായിട്ട്. പലപ്പോഴും നമ്മൾ റഷ്യയിൽ നിന്നൊക്കെ വരുന്ന നമ്മളെ കൊളീഗ്സിൻ്റെ മറ്റേ ഇതേപോലെ കടുവയിൽ വർക്ക് ചെയ്യുന്ന സൈബീരിയൻ ടൈഗറിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർ ചോദിക്കും നിങ്ങൾക്ക് ഭ്രാന്താണോ എന്ന് ചോദിക്കും. കാരണം അവിടെയൊക്കെ ഹെലികോപ്റ്റർ ഉപയോഗിക്കും, അവർക്ക് പറ്റും, സ്നോ ആണ്, മഞ്ഞാണ്, വളരെ ഓപ്പണാണ്, ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് നമ്മൾ കണ്ടപ്പം ഇതാണ് നമ്മൾ ഉപയോഗിച്ച ഒരു മാർഗം. ഇവിടെ ഞാൻ ആലോചിച്ചു, ഇവിടെ എന്താണ് യഥാർത്ഥം സംഭവിച്ചത്. ഇത് ശരിക്കും നമ്മളൊരു 3 പേരുണ്ട്, വളരെ യാതൊരു കുഴപ്പമില്ല. അങ്ങനെ ഒരു അറ്റാക്ക് വരാനുള്ള, അങ്ങനെ ഒരു ആക്രമണം വരാനുള്ള പോസിബിലിറ്റി വളരെ 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 കുറവാണ്. അപ്പോൾ ഞാനിത് കഴിഞ്ഞിട്ട് കാര്യമായിട്ട് ഇഞ്ചുറി ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു റേബീസിൻ്റെ പേവിഷഭാഗത്തേക്കുള്ള വാക്സിനേഷനൊക്കെ എടുത്തു, ഇതൊക്കെ ഒന്ന് ഡ്രസ്സ് ചെയ്തു, അത്രയേ ഉള്ളൂ. നമ്മൾ ആലോചിച്ചത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അങ്ങനെ നോക്കുന്ന സമയത്താണ് പെട്ടെന്നാണ് എനിക്ക് ഒരു ഐഡിയ മനസ്സിലായത് കാര്യം. നമുക്ക് പഴയ ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ക്യാൻ യു ക്യാച്ച് എ കാറ്റ് ഇൻ എ ഡാർക്ക് റൂം. അത് നിങ്ങൾക്കൊരു ഇരുണ്ട മുറിയിൽ, ഒരു അടച്ച മുറിയിൽ ഒരു പൂച്ചയെ പിടിക്കാൻ പറ്റുമോ? വളരെ ബുദ്ധിമുട്ടാണ്. വളരെ ബുദ്ധിമുട്ട് തന്നെ. പൂച്ച പാനിക്കാവും, പൂച്ച പേടിക്കും. പൂച്ച ആദ്യം ചെയ്യുക നിങ്ങളെ ആക്രമിക്കുക എന്നുള്ള. ഇതാണ് ഇവിടെയും സംഭവിച്ചത്. ഇവിടെ ആൾക്കാരെ വലിയൊരു ഇതിനിടയ്ക്ക് നിൽക്കുന്ന ഒരു കടുവ, അത് വളരെ പാനിക് സിറ്റുവേഷനിലാണ്. പാനിക് എന്ന് പറഞ്ഞാൽ അത് പേടിച്ച് അക്രമ രീതിയിൽ മറ്റേ മുറിക്കകത്തിട്ട പൂച്ച പോലെയാണ് അത് നിൽക്കുന്നത്. അവിടെ നമ്മൾ ചെല്ലുമ്പം, ആദ്യമായിട്ട് നമ്മൾ അകത്തേക്ക് ചെല്ലുമ്പം ആദ്യം ചെയ്യുക ആക്രമിക്കുക എന്നുള്ള. ഇതാണ് ഇവിടെ സംഭവിച്ചത്. അത് വലിയൊരു തിരിച്ചറിവായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ പലപ്പോഴും ഈ മയക്കോടി വെക്കുന്ന സമയത്ത്, കടുവകളെ വെക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും പബ്ലിക്കിനെ നമ്മൾ അവിടെ അനുവദിക്കില്ല. 2 പ്രശ്നമുണ്ട്. ഒന്ന് മറ്റേ ഈ പബ്ലിക്കിനുണ്ടാവുന്ന ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസ് ഉണ്ട്, അവർക്കുണ്ടാവുന്ന ത്രെട്ടുണ്ട്. അതായത് അവർക്ക് അപകടം പറ്റാം, വീഴാം, കടുവയെ ആക്രമിക്കാം. പിന്നെ നമുക്കുണ്ടാവുന്ന പ്രശ്നവും. അങ്ങനെ ഓരോ തിരിച്ചറിവിലൂടെയാണ് ഇത് ചെയ്യുന്നത്. ഈ കടുവയുടെ കേസ് അത് കഴിഞ്ഞിട്ട് 3-ാമത്തെ ദിവസം ഈ കടുവയെ ഞങ്ങൾക്ക് ഡെഡായിട്ട് കിട്ടി. അതായത് മരിച്ച നിലയിൽ ഈ കടുവയെ കണ്ടെത്തി. അപ്പോൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു കൈ പൊട്ടിക്കിടക്കുകയാണ്, കംപ്ലീറ്റായിട്ട് എല്ല് പൊട്ടിക്കിടക്കുകയാണ്. ഇൻഫൈറ്റ്, അതായത് രണ്ടും തമ്മിൽ, 2 കടുവകൾ തമ്മിലുള്ള സംഘർഷം. അതിന് നമ്മൾ കൃത്യമായിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിൻ്റെ ഇതാണ് പഴുപ്പ് കയറിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഞാൻ രക്ഷപ്പെട്ടത് കേട്ടോ. ഒരു കൈ കൊണ്ട് അടിക്കുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഞാൻ രക്ഷപ്പെട്ടത്. 2 കൈയും വളരെ പവർഫുൾ ആണെങ്കിൽ കൃത്യമായിട്ട് ഞാൻ തീർന്നേനെ. ഞാൻ തന്നെയാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. അപ്പം ഇത് കൃത്യമായിട്ട് ഒടിഞ്ഞിട്ടുണ്ട്, പഴുപ്പ് കയറിയിട്ടുണ്ട്, ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലും പഴുപ്പ് കയറിയിട്ടുണ്ട്. അങ്ങനെ അത് പോസ്റ്റ്മോർട്ടം നമ്മൾ കാരണം മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ പൊതുവേ നമ്മൾ പറയുമ്പം നമ്മൾ ഈ കടുവകളുടെ ആക്രമണം ഇതെന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലേ, 2009 മുതലാണ് പലപ്പോഴും നമ്മൾ ഈ കടുവ ആക്രമണം നമ്മൾ വയനാടിൽ, പ്രത്യേകിച്ച് വയനാട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. ബാക്കി സ്ഥലങ്ങളിലൊന്നും വളരെ കുറവാണ്. ഇപ്പം വരുന്നുണ്ട് കേട്ടോ, പല സ്ഥലങ്ങളിലിപ്പം കടുവയുടെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. റാന്നി പോലുള്ള സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഈവൻ മറ്റേ ഏറ്റവും പ്രോബ്ലം കുറവുള്ള പ്രദേശമായ PTR പോലും ഇപ്പം
പ്രശ്നങ്ങൾ വരുന്നുണ്ട്, കൂടുന്നുണ്ട്, അത് തർക്കമൊന്നുമില്ല. ഇത് പക്ഷേ വളരെ എവിഡൻ്റ് ആയിരുന്നു. ഞാൻ 2007 വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യാൻ, നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആദ്യത്തെ കാലത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെട്രോ ലീഗൽ എന്ന് പറയും. അതായത് ക്രിമിനൽ ഇഷ്യൂസ് വരുന്ന കേസുകളിലാണ് നമ്മൾ പോസ്റ്റ്മോർട്ടം പ്രധാനമായിട്ടും ചെയ്യുക. അതായത് വെടിവെച്ച് കൊല്ലുക, അതായത് പോച്ചിങ് എന്ന് പറയും, വിഷം കൊടുത്തു കൊല്ലുക, പോയ്സണിങ് എന്ന് പറയും, കരണ്ട് വെച്ച് കൊല്ലുക, ഇലക്ട്രോക്യൂഷൻ എന്ന് പറയും. ഇങ്ങനെ പല രീതിയിൽ മുള്ള് ഇത് ഉപയോഗിക്കും, മറ്റേ പടക്കം ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ കടുവയൊക്കെ വിഷം വെക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. ഞാനത് പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല. എന്ന് പറഞ്ഞാൽ കടുവ ഒരു ഇരയെ പിടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പശുവിനെ പിടിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവിടെ തന്നെ വരും. അവരപ്പം പലപ്പോഴും അതിന് മുകളിൽ ഫ്യൂരിഡാൻ പോലുള്ള വിഷം വെച്ച് കഴിഞ്ഞാൽ കടുവ ഒരുപാട് പോസ്റ്റ്മോർട്ടം കേസിൽ കിട്ടിയിട്ടുണ്ട്. പഴയ ഒരു കുരുമുളക് തോട്ടം ഉണ്ടായിരുന്നു ആദിവാസികൾക്ക് വേണ്ടിയിട്ട്, അതിപ്പോൾ ഇല്ല. പക്ഷേ കുറേ കുരുമുളക് വള്ളികളുണ്ട്. അപ്പോൾ പലപ്പോഴും ഇവർ പോയിട്ട് ഈ കുരുമുളകുള്ള സമയത്ത് ഇത് കളക്ട് ചെയ്യും. ഇയാളൊരു ഏണി വെച്ചിട്ട് കയറി കുരുമുളക് പറിച്ചു നിൽക്കുന്ന സമയത്താണ് ഒരു കടുവ വന്നു ഇയാളെ കയറി പിടിച്ചു. ആലോചിക്കുക, ഒരു മരത്തിന് മുകളിൽ ഒരു മനുഷ്യൻ നിൽക്കുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഒരു സ്വാഭാവികമല്ല. പലപ്പോഴും കുരങ്ങന്മാരൊക്കെ അല്ലേ നിൽക്കുക. കയറി പിടിച്ചു, കഴിച്ചു.